എന്നെക്കുറിച്ച് മറക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ സോൾ പറയുന്ന സമയത്താകട്ടെ, ഞാൻ എങ്ങനെയാണ് നിന്നെക്കുറിച്ച് മറക്കുക? ഞാനൊരു തെറ്റുകാരൻ തന്നെയാണ്. പക്ഷേ നിന്നെ ഒരുപാട് ഞാൻ സ്നേഹിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്ത് മാപ്പൊക്കെ പറയുന്ന സമയത്ത് അവളും അവനെ കെട്ടിപ്പിടിച്ച് ക്ഷമിക്കുന്നതായിട്ടൊക്കെ ഇപ്പോൾ സഞ്ജയും ഓർക്കുകയാണ്. ഇങ്ങനെ വല്ലതും ആയിരിക്കും അവിടെ നടന്നിട്ടുണ്ടാകുക എന്ന സംശയമായിരുന്നു അവനും ഉണ്ടായിരുന്നത്. നിന്നെ ഗാഹ്യോൺ ഉപദ്രവിച്ചു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നിനക്ക് വല്ലാതെ വേദനിച്ചോ? നീ എന്നെക്കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഇപ്പോൾ ടൈസണും അവളോട് ചോദിക്കുകയാണ്. പക്ഷെ അവളും കരഞ്ഞില്ല എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവന് കുറച്ച് വിഷമമൊക്കെ തോന്നുകയാണ്. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ടായിരുന്നു ഞാനും നിന്നെ ഡേറ്റ് ചെയ്യാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും നിന്നെ യൂസ് ചെയ്യിക്കായിരുന്നില്ല എന്നൊക്കെ അവരും പറയുന്നുണ്ട്. പക്ഷേ ആരൊക്കെ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നീ അവരെ എല്ലാവരും തന്നെ ഡേറ്റ് ചെയ്യുമോ എന്നൊക്കെ തിരിച്ച് സോളും ചോദിക്കുന്നു. ഞാൻ അങ്ങനെ എല്ലാവരും ഡേറ്റ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ടൈസൺ ഇപ്പോൾ തുറന്നു പറയുകയാണ്. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സോളിന് കൂടുതൽ ദേഷ്യമായിട്ട് എന്റെ ടെഡീനെ ഇങ്ങ് താടാന്ന് പറഞ്ഞ് ആ ഒരു ടെഡിയൊക്കെ തട്ടിപ്പറിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അവനും ആ ഒരു ടെഡി ബെയറിനെ ഒന്നും കൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. എനിക്ക് ഈ ടെഡീനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും ഇതിനെയും കൂട്ടിക്കൊണ്ട് പോകുമെന്നൊക്കെ ടൈസൺ പറയുമ്പോഴത്തേക്കും സോളും ടൈസണും തമ്മിൽ അതിന്റെ പേരിൽ ഒരു പിടിവലിയൊക്കെ നടക്കുന്നു. അങ്ങനെ അതിലൊക്കെ പിടിച്ച് ഞെക്കി കഴിയുമ്പോഴത്തേക്കും ആകട്ടെ ടൈസൺ നമ്മുടെ പ്രണയം ജീവിതാവസാനം വരെ ഉണ്ടായിരിക്കുമെന്നൊക്കെ അതില് സോള് പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ അവർ രണ്ടുപേരും കൂടി കേൾക്കുകയാണ്. നമുക്ക് രണ്ടുപേർക്കും വീണ്ടും പഴയതുപോലെ ആയാലോ എന്നൊക്കെ ടൈസൺ ചോദിക്കുന്നുണ്ടെങ്കിലും അവളും വേണ്ട എന്നൊക്കെ പറയുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ പാസ്റ്റിലെ ഞാൻ തന്നെയാണെന്നൊക്കെ ഇപ്പോൾ സോളും മനസ്സിലാക്കുന്നുണ്ട്. സഞ്ജയ് ഇപ്പോൾ വീടിന് വെളിയിലായിട്ട് നിൽക്കുകയാണ്. അതായത് സോൾ തിരിച്ചു വരുന്ന ആ ഒരു സീനൊക്കെ കാണുവാനായിട്ടായിരുന്നു അവനും വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ വെറുതെ വെളിയിൽ ഇരിക്കുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛനെ സഹായിക്കുവാൻ എന്ന രീതിയിൽ ചെടികളൊക്കെ പരിപാലിക്കുന്ന രീതിയിലാണ് അവരും അവിടെ ഉള്ളത്. പക്ഷെ അച്ഛൻ പറയുന്ന ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ സോൾ വരുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു അവനും. അച്ഛനും ഇപ്പോൾ അവനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് നമ്മൾ ഈ ചെടികളെ എല്ലാം തന്നെ മക്കളായിട്ടൊക്കെ കാണണം, ഇതിനും ചെവിയൊക്കെ ഉണ്ട്, നമ്മൾ ഇവർക്ക് കുറേയധികം കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇതും നന്നായിട്ട് തന്നെ വളരുമെന്നൊക്കെ അവനോട് പറഞ്ഞ് അവനെ നോക്കുമ്പോഴത്തേക്കും അവനാകട്ടെ അച്ഛൻ നട്ടുവെച്ചിട്ടുണ്ടായിരുന്ന നല്ലൊരു മുളകിന്റെ ചെടിയൊക്കെ വേരോടെ പറിച്ചിട്ട് നിൽക്കുകയാണ് അവനും. അതുകൊണ്ട് തന്നെ അച്ഛനും നിന്റെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനെയും തല്ലുന്നു. ഈ ഒരു സമയത്തായിരുന്നു സോളും തിരിച്ച് വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാക്കുക എന്നൊക്കെ അവനും ഓർക്കുകയാണ്. ടൈസണും തിരിച്ചു വരുന്ന സമയത്താകട്ടെ സോളിനെ കുറിച്ചൊക്കെ ഓർക്കുന്നു. പിന്നീട് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അവനും ഒരു അപകടത്തിലൊക്കെ പെടുകയാണ്. രാവിലെ സോങ് റെഡിയായി ഇറങ്ങുമ്പോഴത്തേക്കും അമ്മയും ജെജു ഐലൻഡിലെ ഫ്രണ്ട്സിന്റെ ഒപ്പം ട്രിപ്പൊക്കെ പോകുകയാണെന്ന് പറയുന്നു. പക്ഷെ പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോൾ സോളും ഓർത്തു നോക്കുകയാണ്. അന്ന് അമ്മേനെ കാറിൽ വെച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്ന അയാളുടെ കൂടെയല്ലേ അമ്മ ശരിക്കും ട്രിപ്പിനൊക്കെ പോകുന്നത്. അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതെന്നൊക്കെ സോൾ ദേഷ്യപ്പെട്ടൊക്കെ അമ്മയോട് ചോദിച്ച സമയത്താകട്ടെ, ഞാനും കഷ്ടപ്പെട്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരെയും ജോലിയൊക്കെ ചെയ്ത് വളർത്തിയിട്ടുമുണ്ടായിരുന്നത്. ഇപ്പോഴെനിക്കൊരു ട്രിപ്പ് പോകുവാനുള്ള അവകാശം പോലും ഇല്ല എന്നൊക്കെ അമ്മ ചോദിച്ച സമയത്താകട്ടെ സോളും അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അച്ഛൻ മരിക്കുന്ന സമയത്ത് പോലും അമ്മനെ കുറിച്ചായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ്. അങ്ങനെ അന്ന് അമ്മയോട് ദേഷ്യപ്പെട്ടതിന്റെ എല്ലാ വിഷമവും ഇപ്പോഴും സോളിന്റെ മനസ്സിലുണ്ട്. അമ്മയും സോളിനോട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ പറയുന്നു. സോളും ഞങ്ങളിപ്പോൾ കുട്ടികളൊന്നും അല്ല, അതുകൊണ്ട് തന്നെ അമ്മ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. പക്ഷെ അവളും അമ്മ മറ്റൊരു വിവാഹമൊക്കെ ചെയ്ത് കാണണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടായിരുന്നു പറഞ്ഞത്. അതൊന്നും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോലും അമ്മയും സന്തോഷമായിട്ടൊക്കെയാണ് യാത്ര പോകുന്നതും. എങ്കിൽ പോലും സോളു പതിയെ ഒളിഞ്ഞൊക്കെ നോക്കുമ്പോഴത്തേക്കും അമ്മയും അയാളുടെ ഒപ്പം കാറിലൊക്കെ കയറി പോകുന്ന കാഴ്ചയും കാണുകയാണ്. സോളും സഞ്ജയുടെ അടുത്ത് കുറേയധികം ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴാകട്ടെ അവനും അതൊക്കെ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 1 എനിക്കൊരു കാര്യമൊക്കെ സംഭവിക്കുന്നതായിരിക്കും. എന്താണ് കാര്യമെന്ന് എനിക്ക് തുറന്നു പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ഇപ്പോൾ പോലീസിന്റെ അടുത്തൊക്കെ സോൾവതും പറയുമ്പോഴത്തേക്കും അവൾക്കും കാര്യമായിട്ട് എന്തോ ഒരു തകരാറുണ്ടെന്നൊക്കെ വിചാരിക്കുന്ന പോലീസും അവൾക്ക് കുറച്ച് മിഠായിയൊക്കെ കൊടുത്ത് അവളെ പറഞ്ഞു വിടുവാനും നോക്കുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ടൈസക്കിന്റെ അച്ഛനും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിന്നും ചോദിച്ചു മേടിക്കുകയാണ്. മുത്തശ്ശി ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കോളും മുത്തശ്ശിക്ക് വരുന്നു. സോളിന്റെ ഫോണൊക്കെ തന്റെ കൈവശം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അയാളും സോളിന്റെ ഫോണിൽ നിന്നും കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അയാളും സ്ഥലത്തൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴാകട്ടെ മുത്തശ്ശിയും വീടിന്റെ അഡ്രസ്സൊക്കെ അയാൾക്കും പറഞ്ഞു കൊടുക്കുന്നു. ഒരു കൊറിയറായിട്ട് അതൊക്കെ ഇങ്ങ് അയച്ചു തന്നാൽ മതിയെന്നാണ് മുത്തശ്ശി പറയുന്നതും. സോൾ പഠിക്കുവാനായിട്ട് എത്തുമ്പോഴത്തേക്കും സഞ്ജയും അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. സഞ്ജയനെ ശല്യം ചെയ്യാതെ സോളും പതിയെ ബുക്കൊക്കെ എടുത്തു വെക്കുന്നു. ഇപ്പോൾ പഠിക്കുന്നതുകൊണ്ടൊന്നും തന്നെ ഒരു കാര്യവുമില്ല എന്നോർത്ത് അവളും പാട്ടൊക്കെ കേൾക്കുകയാണ്. മാത്രമല്ല സഞ്ജയനെ നോക്കിയും ഇരിക്കുന്നു. കുറെ നേരത്തിന് ശേഷം സഞ്ജയ് കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവളും പാട്ടൊക്കെ കേട്ട് കിടന്നുറങ്ങുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സഞ്ജയും ഫ്രണ്ടിലേക്ക് കിടന്ന് അവളുടെ മുടിയൊക്കെ മാറ്റുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവളും കണ്ണൊക്കെ തുറന്ന് അവനെ നോക്കുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു
അവനും സോളിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു റെക്കോർഡിംഗ് ഒക്കെ പ്ലേയും ആകുന്നത്. സഞ്ജയും പഠിക്കുന്നതായിട്ടൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും അവിടെ നിന്നും സോളും വെള്ളമൊക്കെ കുടിക്കുവാനായിട്ട് പോകുന്നു. അവനും ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി എല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവന്റെ ഒപ്പം ബേസ്ബോളൊക്കെ കാണുവാനായിട്ട് വരാമോ എന്നും അവളോടും ചോദിക്കുന്നു. അവളും വരാമെന്ന് സമ്മതിക്കുകയാണ്. ഒരു മൈതാനത്ത് കുറെ അധികം ആൾക്കാരൊക്കെ ബേസ്ബോളിന്റെ ഗെയിം കാണുവാനായിട്ട് നിൽക്കുന്നു. വലിയൊരു സ്ക്രീനിൽ തന്നെ അതിന്റെ വിഷ്വൽസ് എല്ലാം തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സോളും ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് അവന്റെ അടുത്തേക്കും ചെല്ലുകയാണ്. ഇപ്പോൾ നല്ല ചൂടൊക്കെ അല്ല എന്ന് സനിച്ചയോട് സോൾ ചോദിക്കുമ്പോഴത്തേക്കും സോളിന്റെ കയ്യിലിരിക്കുന്ന ഡ്രിങ്ക്സിൽ നിന്നും സ്ട്രോയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവനും ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണ്. മാത്രമല്ല അത് രണ്ടും കൂടി അവളുടെ കവിളിലൊക്കെ വെച്ചു കൊടുത്തിട്ട് ഇപ്പോൾ തണുപ്പൊക്കെ കിട്ടുന്നില്ല എന്ന് അവളോടും ചോദിക്കുന്നു. അവളും ആകെ ഞെട്ടി അവനെ നോക്കി നിൽക്കുന്നു. ഹ്യുഞ്ചുവും ഇപ്പോൾ വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഹ്യുഞ്ചിന്റെ ചിക്കനുണ്ടെന്നൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്കും ചേട്ടനും ആ ചിക്കനൊക്കെ തരുവാനായിട്ടും അവളോട് ആവശ്യപ്പെടുന്നു. സോളിന്റെ ഒപ്പം ബേസ്ബോളൊക്കെ കാണുവാനായിട്ടായിരുന്നു ഹ്യുഞ്ചും ചിക്കനുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് അവൾ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ചേട്ടനും അവളെ തടയുന്നു. ചേട്ടൻ അവളെ തടയുമ്പോഴത്തേക്കും തന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അതേ എന്നൊക്കെ അവൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ചിക്കനൊക്കെ ഇവിടെ വെച്ചിട്ട് നിനക്ക് വേണമെങ്കിൽ പോകാമെന്ന് ചേട്ടനും അവളോട് പറയുകയാണ്. ചിക്കന്റെ ഒപ്പം ഹ്യുഞ്ചുവും ഒക്ടോബസിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുന്ന ചേട്ടനും ഇതിനു മുമ്പ് ഓഡീഷന്റെ സമയത്ത് ജീവനോട് ഒക്ടോബസിനെ കഴിക്കാനായിട്ടൊക്കെ ശ്രമിച്ചതിനെ കുറിച്ച് ചേട്ടനും ഓർത്തു പോകുന്നു. ചേട്ടനും ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലായിടത്തും തോറ്റുപോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹ്യുഞ്ചുവിനും ചേട്ടന്റെ അടുത്തൊരു സഹതാപമൊക്കെ തോന്നുന്നു. എങ്കിൽ പോലും സഹതപിച്ചിരിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ അവളും അവളുടെ മനസ്സിനോട് പറയുന്നു. അവൾക്ക് വേണ്ടി ചേട്ടൻ ചിക്കനൊക്കെ എടുത്തു കൊടുക്കുമ്പോഴത്തേക്കും ചേട്ടൻ ഇത്രയ്ക്ക് സ്വീറ്റ് ആയിരുന്നു എന്നൊക്കെ അവളും ഓർക്കുന്നു. ചേട്ടന് വായ്ക്കകത്തേക്ക് ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം അതിന്റെ എല്ല് മാത്രമായിട്ടൊക്കെ തിരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ചേട്ടന്റെ കഴിവുകൾ കണ്ടിട്ടും ഫ്ലാറ്റ് ആയി പോകരുതെന്നൊക്കെ അവൾ സ്വയം ഓർക്കുകയാണ്. ചേട്ടൻ ഒരുപാട് ക്യൂട്ടാണെന്നൊക്കെ അവൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും ചേട്ടന്റെ അടുത്ത് സ്നേഹം തോന്നുവാനായിട്ട് പാടില്ല എന്നൊക്കെ അവളും മനസ്സിനോട് പറയുന്നു. ഈ ഒരു സമയത്തായിരുന്നു കൊറേക്ക് കുറച്ചുകൂടി സ്കോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചേട്ടനും ആ ഒരു സന്തോഷത്തിൽ ഹ്യുഞ്ചിനെ കെട്ടിപ്പിടിച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ഹ്യുഞ്ചു പോലും അറിയാതെ ഹ്യുഞ്ചുവും ചേട്ടനെ സ്നേഹിക്കുന്നു. ആ ഒരു സമയത്തായിരുന്നു ചേട്ടനും ലവറിന്റെ അടുത്തുനിന്നും ഒരു കോളൊക്കെ വരുന്നത്. ചേട്ടന് ലവർ ഉണ്ടോ എന്ന സംശയത്തിൽ അവളും ചേട്ടനെ തന്നെ നോക്കിയിരിക്കുന്നു. ചേട്ടനും എനിക്ക് ലവറൊക്കെ ഉണ്ട്, എന്താ എനിക്ക് ലവറൊന്നും ആയിക്കൂടാ എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ആയിക്കൂടാ, എന്തുകൊണ്ടാണ് ചേട്ടൻ എന്റെ അടുത്ത് ഈ ഒരു കാര്യമൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഹിഞ്ചുവുമാകെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയും പോകുന്നു. ഗെയിമൊക്കെ കൂടുതലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടും ഇരിക്കുന്നു. ഈ ഒരു സമയത്ത് ഹോസ്പിറ്റലിലിരുന്ന് ഗെയിമൊക്കെ കാണുന്ന ടൈസങ്ങും സോളും സൺഷയും കൂടി ഒന്നിച്ച് ഗെയിം കാണുവാനായിട്ട് ഇരിക്കുന്നതൊക്കെ ടിവിയിൽ കാണുകയാണ്. സോൾ വളരെ സ്മാർട്ടാണ്, അതുകൊണ്ടല്ലേ നിന്നെ പോലെ ഒരാളെയൊക്കെ വിട്ടിട്ട് ഇപ്പോൾ സഞ്ജയനെ പോലുള്ള ഡീസന്റ് ആയിട്ടുള്ള ഒരാളെയൊക്കെ അവൾ ഡേറ്റ് ചെയ്യുവാനായിട്ട് തുടങ്ങിയെന്നൊക്കെ ഫ്രണ്ടും ചോദിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ടൈസങ്ങിന് കൂടുതൽ ദേഷ്യമാണ് അവന്റെ അടുത്തും തോന്നുന്നത്. അങ്ങനെ ടൈസങ്ങും അവനെ റൂമിൽ നിന്നും പുറത്താക്കുമ്പോഴത്തേക്കും ആയിരുന്നു റൂമിന് വെളിയിലൂടെ നടക്കുന്ന സോളിന്റെ അമ്മേനെയും അവൻ കാണുന്നത്. ഇനി ബേസ്ബോളിന്റെ ഗെയിമൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. കുറേയൊക്കെ ഗോൾഡ് മെഡലും കിട്ടിയിരിക്കുന്നു. സൺഷയ്ക്കും സോളിന്റെ അടുത്തൊരു കാര്യമൊക്കെ പറയുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനും സോളിനെയും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ അവിടെ നിന്നും പോകുകയാണ്. കൂടുതൽ സമയം ഞാൻ പോളിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും വെളിയിലെ മഴയൊക്കെ എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ മഴയത്ത് നിന്നെ കണ്ടതിന് ശേഷമാണ് ഞാനും മഴേനെയൊക്കെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങിയത്. ഇത്രയും കാലം വെറുത്തിരുന്ന ഒന്നിനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ നിന്നെയും മഴേനെയും ഞാൻ ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നു. സോൾ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ സഞ്ജം ഇപ്പോൾ അവളോട് തുറന്നു പറയുകയാണ്. ഉടനെ തന്നെ ഒരു മറുപടി ഒന്നും വേണ്ട എന്നൊക്കെ സഞ്ജയ് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് സോൾ എന്തോ പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു സഞ്ജയ്ക്കും ഒരു കോളൊക്കെ വരുന്നത്. സോളിന്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്നൊക്കെ ടൈസങ്ങും സഞ്ജയനെ അറിയിക്കുന്നു. സോൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുമ്പോഴത്തേക്കും ആയിരുന്നു നേരത്തെ അമ്മയുടെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്ന ആൾ അവിടുത്തെ ഡോക്ടറാണെന്നുള്ള കാര്യമൊക്കെ സോളും മനസ്സിലാക്കുന്നത്. അമ്മ അയാളെ ഡേറ്റ് ചെയ്തതായിരുന്നില്ല, മറിച്ച് അമ്മയ്ക്ക് പരിചയമുണ്ടായിരുന്നൊരു ഡോക്ടർ ആയിരുന്നു അത്. അമ്മയ്ക്കും ഒരു സർജറിക്ക് ആവശ്യമായിട്ടുണ്ടെന്ന് ഡോക്ടറും അറിയിക്കുന്നു. അമ്മയുടെ അവസ്ഥ ഇതാണെന്നൊക്കെ ഞാൻ നേരത്തെ തന്നെ അറിയിക്കുകയായിരുന്നെങ്കിൽ അമ്മയില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ലായിരുന്നു എന്നൊക്കെയാണ് സോളും പറയുന്നത്. സോൾ അവിടെ ഇരുന്ന് കരയുമ്പോഴത്തേക്കും സഞ്ജയും അവളെ സമാധാനിപ്പിക്കുന്നു. ഞങ്ങൾ ആരും അറിയാതെ തന്നെ അമ്മയും ഓപ്പറേഷനൊക്കെ നടത്തിയേനെ, എന്തായാലും ഈ ഒരു കാര്യമൊക്കെ ഞങ്ങളെ അറിയിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നാണ് ടൈസങ്ങിന്റെ അടുത്ത് സോളും പറയുന്നത്. ഇപ്പോൾ ഒരാൾ വീൽ ചെയറിലൊക്കെ പോകുന്നത് കാണുന്ന സോളും നീ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി അനുഭവിക്കാനായിട്ട് പോകുക എന്നതോ അല്ലെങ്കിൽ ഏതൊക്കെ വേദനകളാണ് നീ അനുഭവിച്ചിട്ടുള്ളതെന്നോ എനിക്ക് അറിയിക്കുകയില്ല. പക്ഷെ നിനക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു നിമിഷങ്ങളൊക്കെ ഇല്ലേ, ഇത് നീ നല്ല രീതിയിൽ തന്നെ വേണം ഉപയോഗിക്കുവാൻ. എന്നാൽ മാത്രമേ പിന്നീട് ഒരു കുറ്റബോധവും തോന്നാതെ ഇരിക്കുകയുള്ളൂ. നിന്റെ ഫസ്റ്റ് ലവ് എന്ന രീതിയിൽ എനിക്കിത് മാത്രമേ നിന്നോട് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. നീയും നിന്റെ വിധിയൊക്കെ മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് സോളും പോകുന്നു.
ഇപ്പോൾ അമ്മയുടെ അടുത്തുള്ളത് സോളും മുത്തശ്ശിയുടെ ഒപ്പമുള്ളത് ചേട്ടനുമാണ്. അങ്ങനെയിരിക്കെ സഞ്ജയനെ കാണുമ്പോഴത്തേക്കും സോളും സഞ്ജയോട് സംസാരിക്കുവാനായിട്ട് ചെല്ലുന്നു. സോളിന്റെ അമ്മയുടെ സർജറിക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ സോളിന് ഫുഡൊക്കെ മേടിച്ചു തരാമെന്ന് സഞ്ജയ് പറയുന്നുണ്ടെങ്കിൽ പോലും സോളും അവനോട് പോകുവാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഞാൻ ഇപ്പോൾ പോയിട്ട് നാളെ വരാമെന്നൊക്കെ സഞ്ജയ് പറയുന്നുണ്ടെങ്കിലും നീ ഇനി ഒരിക്കലും എന്നെ കാണുവാനായിട്ട് വരരുത്. നീ എന്നെ സ്നേഹിച്ച ആ ഒരു സ്നേഹമൊന്നും തിരിച്ചു തരുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. ഞാൻ നിന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്ന ഫീലിങ്സിനൊക്കെ നീ തെറ്റിദ്ധരിച്ചതാണ്. ഇനിയും അതൊന്നും തന്നെ നീ മനസ്സിൽ കൊണ്ടുവന്ന് നടക്കരുതെന്നൊക്കെ സോൾ പറയുമ്പോഴത്തേക്കും സഞ്ജയും നീ പറയുന്നതെല്ലാം തന്നെ കള്ളമാണെന്നൊക്കെ അവളോട് പറയുന്നു. എങ്കിൽ പോലും എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്നൊക്കെ അവളും തുറന്നടിച്ച് പറയുകയാണ്. അവൾക്കും തിരികെ പോകേണ്ടതായിട്ട് വരുമല്ലോ. അതുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു മറുപടിയൊക്കെ അവളും അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആക്സിഡന്റ് ഒക്കെ നടക്കുന്ന ആ ഒരു ദിവസം ആയിരിക്കുകയാണ് സോളും വീട്ടിലാണുള്ളത്. സോളിനോട് ചേട്ടന്റെ ഫോണിന്റെ ചാർജറൊക്കെ കൊണ്ടുവന്ന് തരാമോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് താൻ വീട്ടിൽ നിന്നും ഇറങ്ങുകയില്ല എന്ന വാശിയിലൊക്കെയാണ് സോളും ഇരിക്കുന്നത്. സോളിന് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കാൻ 2 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുതെന്നൊക്കെ അവളും അവളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇനി സഞ്ജയും സോളിനെ ഇതുവരെ കാണാതെയൊക്കെ സ്റ്റഡി ഹാളിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. പക്ഷെ സോളും അവളുടെ കൂടെയൊക്കെ അവിടെ മറന്നു വെച്ചിട്ടുമുണ്ടായിരുന്നു. സോളിന് പെട്ടെന്നൊരു മെസ്സേജ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ കാരണമാണോ നീ സ്റ്റഡി ഹാളിൽ വരാത്തത്? നിന്റെ കൂടെയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചാലോ എന്നൊക്കെയുള്ള അവന്റെ മെസ്സേജ് മോള് കാണുകയാണ്. അവനും പ്ലേ ഗ്രൗണ്ടിലൊക്കെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതിന് ശേഷം അവളും വരുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അവന് റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും വെറുതെ ജനൽ വഴി നോക്കുന്ന അവളും അവൻ അതിനു മുമ്പായിട്ട് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നു. അതായത് അവനും ആ ഒരു മെസ്സേജ് ഒന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കൂടെയൊക്കെ അവളുടെ വീട്ടിൽ വെച്ചതിന് ശേഷം അവനും ഇപ്പോൾ പ്ലേ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നു. സോളും കുറെ നേരം അവന്റെ റിപ്ലൈ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവനും ആ മെസ്സേജ് കണ്ടിട്ടില്ല എന്നൊക്കെ ഉറപ്പാക്കുമ്പോഴത്തേക്കും അവൾക്കും അവിടെ ഇരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സഞ്ജയ് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന കുടയൊക്കെ എടുത്തുകൊണ്ട് സോളും പതിയെ വെളിയിലേക്കൊക്കെ ഇറങ്ങുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ വെച്ചൊരു കൊറിയർകാരനെയൊക്കെ കാണുമ്പോഴത്തേക്കും ആയിരുന്നു ഞാൻ കൊറിയർ തരാൻ വന്ന ആളാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നീയും എന്നോട് മിണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് സഞ്ജയ് പറഞ്ഞതിനെ കുറിച്ചും സോൾ ഓർക്കുന്നത്. മാത്രമല്ല ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ച പെൺകുട്ടിയും മഞ്ഞക്കുടയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ചും സോൾ ഇപ്പോൾ ഓർക്കുകയാണ്. സഞ്ജയും തന്റെ അടുത്ത് ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞതിനെ കുറിച്ചും കൂടി സോൾ ഓർത്ത് കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു ഇപ്പോഴും മാത്രമല്ല പണ്ടും തന്നെ സഞ്ജയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. അങ്ങനെ സോളും അവിടെ നിന്ന് പോകുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു ഒരു ടാക്സിയും അവളുടെ മുമ്പിലായിട്ടൊക്കെ വന്ന് നിർത്തുന്നത്. ടാക്സിയിലുള്ള ആളും അവളെ കാണുന്നു. അവൾക്കും പണ്ട് നടന്ന ആക്സിഡന്റിനെ കുറിച്ചുള്ള ചില ചില ഓർമ്മകളൊക്കെ വരികയാണ്. അവൾക്ക് വെറുതെ ഒരു ആക്സിഡന്റ് ഒന്നും സംഭവിച്ചതായിരുന്നില്ല, മറിച്ച് അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതായിരുന്നു എന്ന ഓർമ്മകളാണ് അവൾക്ക് വന്നിട്ടുമുള്ളത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും കാണിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ അത് കാണിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചും പറയാം. ഇപ്പോഴാകട്ടെ സഞ്ജയും സോളിനെ അന്വേഷിച്ചോണ്ട് പോകുന്ന സമയത്ത് വഴിയിലൂടെ ടാക്സിയൊക്കെ ഓടുന്നതും അവൻ ശ്രദ്ധിക്കുകയാണ്. പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സോളിന്റെ ആ ഒരു കൂടെയൊക്കെ വഴിയിൽ കിടക്കുന്നതും അവൻ കാണുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.